മകളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് ഇതാ സ്വദേശത്തും വിദേശത്തുള്ളവരെല്ലാവരും തയ്യാറായി കഴിഞ്ഞു. എത്ര അനുഗ്രഹ വർഷങ്ങളാണ് ഈ കടന്നുപോയ ദിവസങ്ങളിൽ ഓരോ എപ്പിസോഡിലൂടെ നമുക്കും നമ്മുടെ കുടുംബത്തിനോട് നൽകിയിട്ടുള്ളതല്ലേ. അപ്രതീക്ഷിതമായിരിക്കുന്ന വിജയങ്ങൾ, അപ്രതീക്ഷിതമായിരിക്കുന്ന രോഗസൗഖ്യങ്ങൾ, അപ്രതീക്ഷിതമായിരിക്കുന്ന കടബാധയിൽ നിന്നുള്ള വിടുതൽ, ഇതൊക്കെ നൽകിയില്ലേ വചനത്തിൻ്റെ ശക്തിയാൽ. ഓർക്കണേ, എല്ലാവരും പടിയിറങ്ങി പോകുമ്പോൾ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. എല്ലാവരും തള്ളിപ്പറയുമ്പോൾ നിന്നെ ആശ്വസിപ്പിക്കുവാൻ കൈകൾ നീട്ടി വരുന്നവൻ്റെ പേരാണ് യേശു ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ്. ആ അനുഭവം പലർക്കും ഈ വചനം കേൾക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ടെന്ന് അച്ഛനറിയാം. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യം, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശാന്തരായിരിക്കുക എന്ന് പറഞ്ഞാൽ വചനം ശ്രവിച്ചുകൊണ്ടിരുന്നാൽ, വചനം ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ, വചനം ജീവിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്തുകൊള്ളും. ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിജീവിക്കുമ്പോൾ ഓർക്കുക, ദൈവമായിരുന്നു അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ, പിന്നിട്ട അവസരങ്ങളിൽ നമ്മെ ആശ്വസിപ്പിക്കാനായി ആരുമില്ലാതെ ഒറ്റയ്ക്കിരുന്നപ്പോൾ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ പേര് ജീസസ് ക്രൈസ്റ്റ് എന്നാണ്. അറിയാതെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ താല്പര്യം കാണിച്ച വ്യക്തി ഉണ്ടല്ലോ, അവൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. എല്ലാവരും തള്ളിപ്പറയുമ്പോഴും നമ്മെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നവനായി നിന്റെ പക്കലേക്ക് കടന്നു വന്നവനുണ്ടല്ലോ, അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. ഒറ്റയ്ക്ക് നേരിട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ആരാണ് നമുക്ക് ശക്തി നൽകിയത്? ആരാണ്? ദൈവമായ കർത്താവല്ലേ അത്. യോശുവ യുദ്ധരംഗത്ത് വിജയിച്ചത് എങ്ങനെയാണ്? മൂശ പ്രവാചകൻ, മൂശ അപ്പച്ചൻ കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടല്ലേ. പ്രശ്നങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കാതെ പ്രശ്നങ്ങൾ പ്രാർത്ഥനയോടെ നേരിടാൻ സഹായിച്ചത് ആരാണ്? പരിശുദ്ധ അമ്മയല്ലേ. മറക്കരുതേ, പ്രശ്നങ്ങൾ നമ്മുടെ പരിശീലകരാണ്. പ്രശ്നങ്ങൾ പുതിയ പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്ന ഗുരുഭൂതന്മാരാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചന സന്ദേശം സാധിക്കുമെങ്കിൽ 3 പേർക്ക് ഷെയർ ചെയ്യാനായിട്ട് ഒരു പ്രതിജ്ഞ എടുത്ത് ഒരു നിയോഗത്തോടെ ചെയ്യുക. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.